എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി മാസം 14-ാം തീയതി ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ 3 സിനിമകളുടെ അഭിപ്രായങ്ങളും പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളും അതോടൊപ്പം പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസിന്റെ സിനിമകളിൽ ഏറ്റവും മികച്ച പ്രീ സെലക്ഷൻ നേടിയ സിനിമ കൂടിയാണ് ബ്രോമാൻസ്. അരുൺ ഡി ജോസിന്റെ സംവിധാനത്തിൽ മാത്യു, അർജുൻ അശോകൻ, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ, ശ്യാം മോഹൻ തുടങ്ങിയവർ അഭിനയിച്ച് ഇന്നേ ദിവസം വാലന്റൈൻസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ബ്രോമാൻസ്. ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് എങ്ങും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഫൺ, ഫാമിലി, കോമഡി, എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയ ബ്രോമാൻസ് എന്ന സിനിമയുടെ ആദ്യത്തെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത് ചിത്രത്തിലെ പെർഫോമൻസ് തന്നെയാണ്. അർജുൻ അശോകൻ, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ തുടങ്ങിയവരുടെ പെർഫോമൻസുകളും മികച്ചു നിന്നപ്പോൾ ചിത്രത്തിന്റെ മേക്കിങ്ങിനും ടെക്നിക്കൽ വശങ്ങൾക്കുമാണ് ചിത്രത്തിന് അടുത്ത് പോസിറ്റീവ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിനേക്കാളും മികച്ച സെക്കൻഡ് ഹാഫിലാണ് ചിത്രത്തിലെ കൂടുതൽ പെർഫോമൻസുകളും അതുപോലെ തന്നെ ചിത്രത്തിലെ കൂടുതൽ കോമഡി രംഗങ്ങളെല്ലാം തന്നെ വർക്കൗട്ട് ആയിരിക്കുന്നത്. അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഫാമിലി, ഫൺ, കോമഡി, എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണ് ബ്രോമാൻസ്. ഇനി ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ 3 സിനിമകളിൽ 3 മലയാള സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷൻ ഇതിനോടകം തന്നെ ബ്രോമാൻസ് നേടിയെടുത്തിരിക്കുകയാണ്. നിലവിൽ 550 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ചിത്രത്തിന് 26 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 75 ലക്ഷം 1 കോടി റേഞ്ചിൽ ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ രണ്ടാമത്തെ സിനിമയാണല്ലോ ആന്റണി വർഗീസ് പെപ്പൻ നായകനായെത്തിയ ദാവീദ്. ഈ സിനിമയുടെ ആദ്യ ഷോകൾക്ക് ശേഷമുള്ള അഭിപ്രായങ്ങൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിനും എങ്ങും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആക്ഷൻ പാക്ഡ് ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന ദാവീദ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അഭിപ്രായങ്ങൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന്റെ പെർഫോമൻസും തന്നെയാണ് ആദ്യ പോസിറ്റീവ് വന്നിരിക്കുന്നത്. ആന്റണി വർഗീസിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ ചിത്രത്തിലെ വില്ലന്റെ പെർഫോമൻസിനും മികച്ച അഭിപ്രായങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമയുടെ ഏറ്റവും പുതിയ കേരള ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ 491 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ചിത്രത്തിന് 24 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മറ്റൊരു മലയാള സിനിമയാണല്ലോ പൈങ്കിളി. ആവേശം എന്ന സിനിമയ്ക്ക് ശേഷം ആവേശം ടീമിന്റെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ ഫാമിലി, കോമഡി, റൊമാൻറ്റിക് മൂവിയാണല്ലോ പൈങ്കിളി. സജിൻ ഗോപു, അനുഷ് രാജൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയ്ക്ക് മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെയും ഏറ്റവും പുതിയ കേരള ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം 516 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ചിത്രത്തിന് 22 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പൈങ്കിളി എന്ന സിനിമ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 50 ലക്ഷം 75 ലക്ഷം റേഞ്ചിലാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ആദ്യ ദിനം പ്രതീക്ഷിക്കുന്നത്. ഇനി അതിനു മുമ്പേ തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യമേ തന്നെ ജനുവരി മാസം ആദ്യവാരം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ രേഖാചിത്രം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 36 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 26 കോടി 50 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഡൊമിനിക്കൻ ഡിലേഡ് എക്സ്പ്രസ് എന്ന മെഗാസ്റ്റാർ സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 22 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമ 22 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 9 കോടി 6 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അതേസമയം ബേസിൽ ജോസഫിന്റെ പൊന്മൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 15 ദിവസങ്ങൾ കൊണ്ട് 9 കോടി 50 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ 14 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 2 ആഴ്ച കൊണ്ട് 7 കോടി 5 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ച റിലീസെത്തിയ ഇന്റർസ്റ്റെല്ലർ എന്ന സിനിമയുടെ 7 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 3 കോടിയും കടന്നിരിക്കുകയാണ്. അടുത്ത സിനിമ ജോർജ് ജോർജിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ നാരായണന്റെ 3 ആൺമക്കൾ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ 7 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 1 കോടി 15 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അവസാനത്തെ സിനിമ നമ്മുടെ മെഗാസ്റ്റാറിന്റെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ വടക്കം വീരകഥ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 73 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.